എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു വലിയ പ്രശ്നത്തിൽ പെട്ടിട്ട് ആ പ്രശ്നത്തെ പരിഹരിക്കാൻ കോടതിയെ സമീപിക്കേണ്ടി വന്നവരാണോ, അല്ലെങ്കിൽ കോടതിയെ സമീപിക്കേണ്ട ഒരു സ്റ്റേജിലേക്ക് എത്തിപ്പെട്ട് നിൽക്കുന്നവരാണോ എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. ഞാൻ ഈ പറയുന്ന കാര്യം തികച്ചും എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ടാണ്. അതായത്, രണ്ട് വ്യക്തികൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണല്ലോ ഒരു കേസിലേക്ക് പോകുന്നത്. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഈ രണ്ട് വ്യക്തികൾ തമ്മിൽ അനുഭവിച്ച പ്രശ്നം ആ രണ്ട് വ്യക്തികൾക്ക് മാത്രം, നമ്മുടെ ഹൃദയം കാണുന്ന ഈശ്വരനുമല്ലാതെ മറ്റൊരു വ്യക്തിക്കും നമ്മളെ മനസ്സിലാക്കാനോ നമ്മൾ അനുഭവിച്ച ആ വേദനയ്ക്ക് കൃത്യമായ ഒരു പരിഹാരവും ഒരു ആശ്വാസവും നൽകാൻ ലോകത്തൊരു വ്യക്തിക്കും കഴിയില്ല. ഇതൊന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഫസ്റ്റ് ടൈമൊക്കെ ഒരു കോടതി, ഒരു വക്കീലിനെ ഒക്കെ സമീപിക്കുകയോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനൊക്കെ സമീപിക്കുകയോ നമ്മൾ ഉള്ളിലുള്ള ഒരുപാട് സങ്കടങ്ങളൊക്കെ അങ്ങ് തുറന്ന് പറയും. പക്ഷേ ഒരു പ്രയോജനവും ഇല്ല കേട്ടോ, ഒരു പ്രയോജനം അവർക്കൊന്നും ചെയ്യാനില്ല. അവർ മൂന്നാമതൊരു വ്യക്തിയാണ്. നമ്മുടെ ഭാഗത്ത് നിയമപരമായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് മാത്രം ചെയ്തു തരാൻ വേണ്ടി മാത്രമേ അവർക്ക് കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ അനുഭവിച്ച ഈ അനുഭവങ്ങളെ ലോകത്താർക്കും മാറ്റാനോ അല്ലെങ്കിൽ ആ ഒരു കൃത്യമായ ആ പ്രശ്നത്തിന് കൃത്യമായ ഒരു പരിഹാരം നൽകാനോ ആർക്കും കഴിയില്ല എന്നൊരു യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇപ്പോൾ കോടതിയിലേക്ക് നമ്മുടെ പ്രശ്നമായിട്ട് ചെന്ന് കഴിയുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകളാണ് കോടതി ഇത്തരം പ്രശ്നങ്ങളുമായിട്ട് സമീപിക്കുന്നത്. ഒരു ജഡ്ജിനോ ഒരു വക്കീലിനോ ഇതൊന്നും നമ്മളെ കേൾക്കാനോ ഒരു ആശ്വാസമുള്ള ഒരു വാക്കോ നൽകാനോ ഒന്നും കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ ഇതിനകത്തേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ തീർച്ചയായും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഒന്ന്, ഇതിനു വേണ്ടി മാത്രമായി ജീവിക്കരുത്. ഒരു കേസിലേക്ക് പോയി ആ കേസിനെ അതിൻ്റെ വഴിക്ക് വിട്ടേക്കുക. ഒന്ന്, ഈ നിമിഷമാണ് നമുക്ക് ജീവിക്കാനുള്ളൂ. ഒന്ന്, നമ്മൾ ജോലി ചെയ്യണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, അതിനിടയ്ക്ക് ജോലിയിലെ സ്ട്രെസ് ഉണ്ടാവും, മക്കളുടെ കാര്യങ്ങളുണ്ടാവും, പാരൻസിൻ്റെ കാര്യങ്ങളുണ്ടാവും. അതിനിടയിൽ കൂടിയാണ് നമ്മൾ ഈ കേസിനെയും കൂടി കൊണ്ടുപോകുന്നത്. അപ്പോൾ മാനസികമായിട്ട് ഒരുപാട് ഇഷ്യൂസിലേക്ക് നമ്മൾ കടന്നു. അപ്പോൾ ആ സ്ട്രെസ് ഒഴിവാക്കാൻ ചിലപ്പോൾ നമുക്ക് ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ കാണുമ്പോഴും ഒക്കെ നമുക്ക് ഒരു നെഗറ്റീവ് എനർജി ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യണം. ചിലപ്പോൾ നമ്മുടെ ഒരു ദിവസം നമുക്ക് പോയി കിട്ടും, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ. അപ്പോൾ അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ജോലി ചെയ്യണം, നമ്മുടെ കുടുംബത്തിലെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഇറങ്ങി തിരിക്കുമ്പോൾ നിർബന്ധമായും ഒന്ന്, കൃത്യമായി ഒരു നല്ല വക്കീലിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ പറയും, എൻ്റെ ഫ്രണ്ട് ഇന്നയാളാണ്, അങ്ങനെ അവരെ കണ്ടാൽ മതി. അതൊന്നും അല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ ഏത് കോടതിയാണോ കോടതിയുടെ സമീപത്തുള്ള ആ കോടതിയുടെ സമീപമുള്ള കുറച്ച് കടകളുണ്ടാവും. ആ കടകളിൽ പോയിട്ട് അന്വേഷിക്കാം, ഇവിടെ ഏത് വക്കീലാണ് നല്ലത്, പെട്ടെന്ന് കേസ് തീർത്തു തരുന്നതും നമ്മളെ കൊന്നെടുക്കാത്ത ഫീസുള്ള വക്കീൽ ഏതാണെന്നും ആദ്യം തന്നെ മനസ്സിലാക്കുക. ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റിയാണത്. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. പലപ്പോഴും നമ്മളെ ഒരു കറവ പശുവാക്കി എടുക്കുന്ന വക്കീലന്മാരാണ് കൂടുതലും. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് ചൂസ് ചെയ്യേണ്ടത് നല്ലൊരു വക്കീലിനെയാണ്. അതുപോലെ തന്നെ ഇതിനു വേണ്ടി നമ്മൾ ഒരുപാട് ടൈം മെനക്കെടുത്തി നമ്മുടെ ജീവിതം തകർക്കരുത്. ഇന്ന് നടക്കുന്നതാണ് നമ്മുടെ ജീവിതം എന്ന് തിരിച്ചറിയുക. ഈ കേസൊക്കെ കൊടുത്ത് അതിനൊക്കെ ഒരു വിധിയൊക്കെ വന്ന് ജീവിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു ജീവിതം ഇല്ല. ഇന്നാണ് ജീവിക്കേണ്ടത്. അതുകൊണ്ട് ഇതിനു വേണ്ടി നമ്മൾ ഒരുപാട് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകരുത്. പിന്നെ ഒന്ന് ഓർക്കുക,